ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. VSന് പാർട്ടിയുടെ പരസ്യമായ താക്കീത്. രമയുടെ CBI അന്വേഷണ ആവശ്യത്തിലും BJP വിമതരെ പാർട്ടിയുമായി സഹകരിപ്പിക്കുന്നതിലും VS അച്യുതാനന്ദൻ സ്വീകരിച്ച നിലപാട് അനുചിതവും ആവർത്തിക്കരുതെന്നും CPIM സംസ്ഥാന സമിതി. പ്രധാന വാർത്തയിലേക്ക്. അന്തമാനിൽ ടൂറിസ്റ്റ് ബോട്ട് മുങ്ങി 21 മരണം. അപകടം പോർട്ട് ബ്ലെയറിനും നോർത്ത് ബേക്കുമിടയിൽ. ബോട്ടിലുണ്ടായിരുന്നത് 43 യാത്രക്കാർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. CPIM സംസ്ഥാന സമിതിയിൽ VSന് താക്കീതും രൂക്ഷ വിമർശനവും. TP വധത്തിൽ സ്വീകരിച്ച നിലപാട് അനുചിതം. ഇത്തരം നിലപാടുകൾ ഇനി ആവർത്തിക്കരുത്. VSന്റെ എതിർപ്പ് തള്ളി നമോ വിചാർ മഞ്ചിനെ സ്വീകരിക്കാൻ തീരുമാനം. വിചാർ മഞ്ച് പ്രവർത്തകരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ പിണറായി എത്തും. BJPയും CPIMും തമ്മിലുള്ള അകലം കുറയുന്നുവെന്ന് ചെന്നിത്തല. JSS പിളർന്നു. ഗൗരിയമ്മയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം UDF വിട്ടു. മുന്നണി വിടാനുള്ള പ്രമേയം സംസ്ഥാന സമ്മേളനം എതിരില്ലാതെ അംഗീകരിച്ചു. രാജൻ ബാബു വിഭാഗം UDFൽ തുടരും. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഞ്ഞിവെപ്പ് സമരം. പ്രതിഷേധം ഇരകളോടുള്ള അവഗണനയ്ക്കെതിരെ. സമരപ്പന്തൽ കെട്ടാനുള്ള ശ്രമം RDO തടഞ്ഞതിനെതിരെ തുടർന്ന് സംഘർഷം. രാജ്യം 65ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും വിളിച്ചോതി റിപ്പബ്ലിക് ദിന പരേഡ്. വികസന പദ്ധതികൾക്കായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്ന് കേരള ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം സ്റ്റാനിസ്ലാസ് വാവ്റിങ്കയ്ക്ക്. ഫൈനലിൽ റഫേൽ നദാലിനെ 1-3 സെറ്റുകൾക്ക് തോൽപ്പിച്ചു. TP കേസ്, നമോ വിചാർ മഞ്ച് എന്നീ വിഷയങ്ങളിൽ VSന്റെ നിലപാട് CPIM സംസ്ഥാന കമ്മിറ്റി തള്ളി. VSന്റെ പ്രസ്താവനകൾ അനുചിതവും പാർട്ടിയിൽ ചർച്ച ചെയ്യാത്തതുമാണെന്ന് വിലയിരുത്തിയ സംസ്ഥാന കമ്മിറ്റി ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്നും VSനോട് ആവശ്യപ്പെട്ടു. കണ്ണൂരിലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് VS നമോ വിചാർ മഞ്ചുമായുള്ള സഹകരണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. TP കേസ് CBI അന്വേഷിക്കണമെന്ന KK രമയുടെ ആവശ്യം നിയമവിരുദ്ധമാണെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. TP കേസ് CBI അന്വേഷിക്കണമെന്ന KK രമയുടെ ആവശ്യത്തോട് തനിക്ക് യോജിപ്പാണെന്നും നമോ വിചാർ മഞ്ചുമായുള്ള സഹകരണം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം VS മാധ്യമങ്ങളോട് പറഞ്ഞത്. VSന്റെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇന്ന് നടന്ന സംസ്ഥാന കമ്മിറ്റിയിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പ്രസ്താവനയായി പുറത്തിറക്കിയ പ്രമേയത്തിലാണ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. TP കേസിൽ CBI അന്വേഷണ ആവശ്യത്തെക്കുറിച്ച് പ്രസ്താവന പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയുള്ളതും അനുചിതവുമായ നടപടിയാണെന്ന് പ്രമേയത്തിൽ പറയുന്നു. CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് പാർട്ടി വിരുദ്ധമാണ്. ഇത്തരം നടപടികൾ ആവർത്തിക്കരുതെന്ന് സംസ്ഥാന കമ്മിറ്റി VSനോട് ആവശ്യപ്പെടുന്നതായും പ്രമേയത്തിലുണ്ട്. നമോ വിചാർ മഞ്ചുമായുള്ള സഹകരണത്തെക്കുറിച്ചും സമാനമായ പദപ്രയോഗങ്ങളാണ് പ്രമേയത്തിലുള്ളത്. കണ്ണൂരിൽ നടക്കുന്നതെന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് VSന്റെ പ്രസ്താവനയെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗമായ VS അച്യുതാനന്ദനെതിരെ സംസ്ഥാന കമ്മിറ്റി പ്രമേയം പാസാക്കുന്നതും അത് പരസ്യ പ്രസ്താവനയായി പുറത്തിറക്കുന്നതും അസാധാരണമായ നടപടിയാണ്. TP കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം നിയമവിരുദ്ധമാണെന്നും പ്രമേയത്തിലുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് സമർപ്പിച്ച കേസാണിത്. ഇതിൽ തുടരന്വേഷണമോ മറ്റൊരു ഏജൻസിയുടെ അന്വേഷണമോ നടത്താൻ സർക്കാരിന് അധികാരമില്ലെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. TP കേസിലെ CBI അന്വേഷണ ആവശ്യത്തെ എതിർക്കാനും കണ്ണൂരിലെ നമോ വിചാർ മഞ്ചുമായുള്ള സഹകരണത്തെ അംഗീകരിക്കാനുമാണ് പാർട്ടി തീരുമാനിച്ചതെന്ന് വ്യക്തമാക്കുകയാണ് പ്രമേയത്തിലൂടെ ചെയ്തിരിക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം. കേരളത്തിൽ CPIMും BJPയും തമ്മിലുള്ള അകലം കുറയുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നമോ വിചാർ മഞ്ചിനെ സ്വീകരിക്കാൻ പിണറായി കണ്ണൂരിലെത്തുന്നത് ഇതാണ് വ്യക്തമാക്കുന്നത്. CPIM അന്ധമായ കോൺഗ്രസ് വിരോധം ഒഴിവാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നമോ മഞ്ചിന്റെ ആളുകളെ സ്വീകരിക്കാൻ പിണറായി വിജയൻ ആവേശപൂർവ്വം എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നു, BJPയും CPIMും തമ്മിലുള്ള അകലം കേരളത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ള വസ്തുത.
CPIM-ൽ നിന്ന് MV ഗോവിന്ദൻ ടെലിഫോൺ ലൈനിൽ, ഇടത് ചിന്തകൻ KC ഉമേഷ് ബാബു കണ്ണൂരിൽ നിന്ന്, കോൺഗ്രസിന്റെ M ലിജു ആലപ്പുഴയിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് സ്പെഷ്യൽ എഡിഷനിൽ. ആദ്യം ശ്രീ KC ഉമേഷ് ബാബു, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ KK രമയുടെ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിന്മേൽ, അതോടൊപ്പം BJP വിമതരെ പാർട്ടിയുമായി സഹകരിപ്പിക്കുന്നതിൽ ഈ രണ്ട് വിഷയത്തിലും VS സ്വീകരിച്ച നിലപാടിലാണ് പാർട്ടി പരസ്യമായി താക്കീത് ചെയ്തിരിക്കുന്നത്. ഇത്തരം തെറ്റുകൾ ഇനി ആവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ അസാധാരണമായി എന്തെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ? ഇതിൽ വാസ്തവത്തിലൊരു അസാധാരണത്വം ഉണ്ട്. കാരണം കേന്ദ്ര കമ്മിറ്റിയിലെ മുതിർന്ന അംഗത്തെ സംസ്ഥാന കമ്മിറ്റി പരസ്യമായി താക്കീത് ചെയ്യുക എന്ന് പറയുന്നത് CPM-ൽ അധികം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് KK രമയുടെ CBI അന്വേഷണ ആവശ്യത്തിനെതിരായിട്ടുള്ള CPM-ൻ്റെ പടപ്പുറപ്പാടാണ്. അതെന്തുകൊണ്ട് വരുന്നു എന്ന് ആലോചിക്കണം. അതിനൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ നമ്മുടെ മാധ്യമ ലോകം പോലും ലാവ്ലിൻ കേസ് മറന്നു പോയിരിക്കുകയാണ്. ഈ ലാവ്ലിൻ കേസ് വിചാരണ കോടതി തള്ളിക്കളഞ്ഞതാണെന്ന് നമുക്കറിയാം. അത് നവംബർ മാസം 2-ാം തീയതിയാണ്. എന്നിട്ട് പിന്നീട് അക്കാര്യത്തിൽ ഒരു അപ്പീൽ പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചപ്പോൾ ലാവ്ലിൻ കേസിൽ തങ്ങളും അപ്പീൽ ഫയൽ ചെയ്യാൻ പോവുകയാണ് എന്ന് CBI ഉറപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും CBI 3 മാസത്തോളമായിട്ടും CBI ഇതുവരെ ഈ കേസിൽ അപ്പീൽ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കേസ് കേൾക്കാൻ തീരുമാനിക്കപ്പെട്ട ബെഞ്ചിലെ ബഹുമാന്യരായ ന്യായാധിപരിൽ 3 പേർ പിന്മാറിക്കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങളുടെയൊക്കെ കേരള വിവരം വെച്ച് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വവും CPM-ഉം തമ്മിലുള്ള ഒരു ധാരണ പ്രകാരമാണ് കാര്യങ്ങൾ പോകുന്നത്. ലാവ്ലിൻ കേസ് എന്ന് പറയുന്ന കേരളത്തെ ഞെട്ടിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ കുംഭകോണത്തിലെ അപ്പീൽ കോടതി വിധിക്കെതിരെ, ഈ വിചാരണ കോടതി വിധിക്കെതിരായിട്ട് CBI അപ്പീൽ ഫയൽ ചെയ്യാൻ പോകുന്നില്ല എന്നൊരു ഞെട്ടിക്കുന്ന ഒത്തുതീർപ്പുണ്ട് തിരശ്ശീലക്ക് പിറകിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു CBI അന്വേഷണം തുടർന്ന് വന്നിട്ടുള്ളൊരു കേസാണ്. വീണ്ടും ഒരു CBI അന്വേഷണം TP ചന്ദ്രശേഖരൻ വധത്തിൽ വരുന്നതിനെ അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട് ഈ പാർട്ടി. കാരണം അങ്ങനെ ഒരു അന്വേഷണം ഒരുപക്ഷേ കഴിഞ്ഞ കേരളത്തിലെ UDF ഗവൺമെൻറ്റിലെ ചില ആഭ്യന്തര വകുപ്പും മറ്റും പൂഴ്ത്തിവെച്ചിട്ടുള്ള ഒട്ടനേകം വിവരങ്ങളിലേക്ക്, തെളിവുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളിലേക്ക് TP കേസിനെ കൊണ്ടുപോകുമെന്നും പാർട്ടി കുരുക്കിലാകും എന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നൽ നിമിത്തമാണ് ഒരുപക്ഷെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനെതിരായിട്ട് പരസ്യമായ താക്കീത് നൽകുന്ന പ്രസ്താവന പുറപ്പെടുവിക്കാൻ ഈ ഭയഗ്രസ്തമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഇവിടെ പ്രതി VS അല്ല, പ്രതി KK രമയുടെ ആവശ്യമാണ്. KK രമയുടെ പ്രക്ഷോഭത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് CPM-നെ വല്ലാതെ പ്രകോപിതമാക്കുന്നത്. ആ പ്രകോപനത്തെ എതിർക്കുന്നതിന് വേണ്ടി വാസ്തവത്തിൽ VS-നെ മറയാക്കുകയാണ് ചെയ്യുന്നത്. VS ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ, പറയുകയാണ് ചെയ്യുന്നത്. വിഷയം 1-ലെ താങ്കളുടെ നിലപാട്. വിഷയം 2, നമോ വിചാർ മഞ്ചുമായി സഹകരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനം, അതിൽ VS പ്രകടിപ്പിച്ച പരസ്യമായ എതിർപ്പ്. അല്ല, ഈ നമോ വിചാർ മഞ്ചിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നത് അത് ഞാൻ വാസ്തവത്തിൽ വലിയ ഗൗരവത്തിൽ കാണാത്തൊരു കാര്യമാണ്. ഞാൻ മുമ്പ് ഏതോ ടെലിവിഷൻകാരോട് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ഓർക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്ന മരിച്ചുപോയ N രാമകൃഷ്ണനെ, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് മാത്രമല്ല, ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ അതിക്രമങ്ങൾക്കും നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ സ്വതന്ത്രനാക്കിയിട്ട് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച പാർട്ടിയാണ് CPM. അത് ദയനീയമായിട്ട് ആ പരീക്ഷണം പരാജയപ്പെടുക ചെയ്തത്. പിന്നീട് അദ്ദേഹം തിരിച്ച് കോൺഗ്രസ് പോവുകയും കോൺഗ്രസ് നേതാവായിട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ രോഗബാധിതനായിട്ട് കുറച്ച് വർഷം മുമ്പ് മരിച്ചുപോയത്. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ കണ്ണൂർ CPM കാണിക്കുന്ന ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ ധാരാളമുണ്ട്. അതിൽ 2000 ആളുകൾ CPM-ൽ ചേരുന്നൊക്കെയുള്ള സ്തോഭജനകമായ കണക്കാണ്. കാരണം സത്യത്തിൽ BJPക്ക് കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന ചെറുവാഞ്ചേരിയിലും പൊയിലൂരിലുമൊക്കെ എത്രയാ പ്രവർത്തകരുള്ളതെന്നൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരങ്ങൾ BJP എന്ന് അതൊക്കെ എങ്ങനെയാണ് പർവ്വതീകരിച്ച് കണക്ക് പറയുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഏതോ BJP നേതാവ് ഇപ്പോൾ അടുത്ത ദിവസം എവിടെ നിന്നോ പറയുന്ന തമാശ കേട്ടിരുന്നു, ഞങ്ങൾക്ക് ഇത്രയൊക്കെ പ്രവർത്തകരുണ്ടോ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ, ആയിരക്കണക്കിന് ആളുകൾ BJP വിട്ട് കോൺഗ്രസ് ചേരുന്നു എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഇലക്ഷൻ കാലത്ത് CPM എപ്പോഴും ചെയ്യാറുള്ള പരമമഠയത്തരങ്ങളിലൊന്നാണ്. അതുകൊണ്ട് പഴയ കണ്ണൂരിൽ N രാമകൃഷ്ണനെ മത്സരിപ്പിച്ച മഠയത്തരത്തിന് കിട്ടിയ തിരിച്ചടി പോലെ തന്നെ ഗോവിന്ദൻ, CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അംഗീകരിച്ച ഈ പ്രമേയം, അതിന് പ്രസിദ്ധീകരണത്തിന് കൊടുത്തിരിക്കുന്ന ഈ 2 പേജിൽ ഏതാണ്ട് സിംഹഭാഗവും 3/4 ഭാഗവും
CBI അന്വേഷണം എന്ന രമയുടെ ആവശ്യത്തെ എന്തുകൊണ്ട് തള്ളുന്നു എന്നത് വിശദീകരിക്കുകയാണ്. ഇവിടെ ഉമേഷ് ബാബു പറഞ്ഞത് CPIM മറ്റൊരു CBI അന്വേഷണത്തെ ഭയക്കുന്നു, അതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ VSന് നേരെയുള്ള പരസ്യമായ താക്കീത്. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് മേൽ CPIMന്റെ സംസ്ഥാന സമിതി പരസ്യമായി ഇത്തരത്തിൽ താക്കീത് ചെയ്യുന്നതിൻ്റെ അസാധാരണത്വം അദ്ദേഹം അവിടെയാണ് കാണുന്നത്. എന്താണ് താങ്കളുടെ പ്രതികരണം? അല്ല, ഒരു കേസ് സംബന്ധിച്ച് പൂർണ്ണമായ ട്രയൽ കഴിഞ്ഞ് വിധി പറയാൻ പോവാണ്. ഇപ്പോ കുറ്റക്കാരാണ് പറഞ്ഞത്, വിധി 28-ാം തീയതി പറയാൻ പോവാണ്. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് CBIക്ക് വിടുക എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വേണു ഉൾപ്പെടെയുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ഞാൻ തന്നെ ചോദിച്ചപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് അതല്ല ഉദ്ദേശിക്കുന്നത്, ഈ കേസല്ല വിടാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഈ കേസിന് മുമ്പ് ഒരു 2009 ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസിനെയാണ് CBIക്ക് വിടാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവർക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഏത് കേസാണെന്ന് വ്യക്തതയില്ല. ഇപ്പോ വിധി പറഞ്ഞിട്ടുള്ള ഒരു കേസിന്റെ മേലെ CBI അന്വേഷണം നടത്തുക ഇതുപോലെ തന്നെയാണ് സുപ്രീം കേസിന്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണം CBI അന്വേഷണത്തിന് വിടാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ കേസ് അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിട്ടുള്ളത്? അത് ഇതുവരെ മഴ പറഞ്ഞിട്ടില്ലല്ലോ കൃത്യമായിട്ട്. അതും ചാർജ് ഷീറ്റ് കൊടുത്തത് തന്നെയായിരുന്നല്ലോ. ആ ചാർജ് ഷീറ്റ് കൊടുത്ത ഒരു കേസിന്റെ മേലെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസ് CBIക്ക് വിടാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഷുക്കൂറിന്റെ ഉമ്മയുടെ അപേക്ഷ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് പറഞ്ഞാൽ ഉമ്മയെ താല്പര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കേസ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്? നിങ്ങൾക്ക് ആ കേസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കോടതിന് മുമ്പിൽ വേറൊന്നും പറയാൻ സാധിക്കാതെ നിസ്സഹായിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിയമപരമായിട്ട് നിൽക്കില്ല, CBIക്ക് വിടാൻ അവർക്ക് സാധിക്കുന്നതല്ല. ശരി, ശ്രീ MV ഗോവിന്ദൻ, താങ്കളിൽ നിന്ന് ഒരു വ്യക്തത ആവശ്യമായ കാര്യം, CPIMന്റെ പ്രത്യയശാസ്ത്ര ആശയങ്ങൾക്കും വിചാരങ്ങൾക്കും നിലപാടുകൾക്കും ഘടകവിരുദ്ധമായി നിൽക്കുന്ന ഒരു മത സ്വഭാവമുള്ള ആശയത്തെ പിന്തുടരുന്നവർ, കണ്ണൂരിൽ പലപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുള്ളതും വാശിയോടെ പരസ്പരം രാഷ്ട്രീയമായി തന്നെ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ടിട്ടുള്ളതും BJPയും CPIയും തമ്മിലാണ്. അത്തരമൊരു ആശയം പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയും അതിനെ ഇതുവരെ തള്ളിപ്പറയുകയും ചെയ്യാത്ത ഒരു കൂട്ടരെ സ്വീകരിക്കാൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ നിലപാട് എങ്ങനെയാണ് അനുചിതവും ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാതിരിക്കണം എന്ന് താക്കീത് ചെയ്യുന്നതുമായി മാറുന്നത്? അത് നിങ്ങൾ ഈ ചോദ്യം തന്നെ വളച്ചൊടിച്ച ചോദ്യമാണ്. യഥാർത്ഥ സംഭവം എന്താ പറഞ്ഞാൽ BJPക്കകത്ത് കുറെ കൊല്ലായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ മാത്രമല്ല, കേരളത്തിൽ അതൊരു 1000-ഓളം ആളുകൾ കൈവച്ച് പുറത്തുണ്ടായല്ലോ. അവര് CPIMുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് തീരുമാനിച്ചതായിട്ട് പത്രത്തിൽ കണ്ടല്ലോ. അപ്പോൾ കണ്ണൂരിലും അതേപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ നൂറുകണക്കിന് ആളുകൾ അവർ മാറിയിട്ട് അവിടെ 3 ജില്ലാ പ്രസിഡന്റുമാർ, PP കരുണാകരൻ മാഷ്, അതുപോലെ തന്നെ ശശീന്ദ്രൻ, അതുപോലെ OK വാസു, ഇവർ 3 പേരും BJPയുടെ മുൻകാല പ്രസിഡന്റുമാരാണ്. അവിടെയുള്ള നിലവിലെ BJPയുടെ സംസ്ഥാന ജില്ലാ പ്രസിഡന്റിന്റെ എതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു ആക്ഷേപം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ അവിടെ RSSും അതുപോലെ തന്നെ BJP നേതൃത്വവും തയ്യാറായില്ല എന്ന പ്രശ്നം കുറെ കാലമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അതിനെ തുടർന്നാണ് അവര് അത് ഉൾപ്പെടെയുള്ള കാര്യം വെച്ചുകൊണ്ടാണ് ഇവര് പുതിയ സംഘടന ഉണ്ടാക്കിയിട്ടത്, നവോ മഞ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടത്. ആ മഞ്ജി ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. അതിനിപ്പോ അവരുമായിട്ട് സഹകരിക്കാനൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ചെയ്യാറില്ല, അവരുമായിട്ട് സഹകരിക്കുന്ന പ്രശ്നമില്ല. അതിപ്പോ അവരിപ്പോ OK വാസു മാത്രമാണല്ലോ ഇപ്പോ CPIMുമായിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി 2 പേരും പഴയ പ്രസിഡന്റുമാര് അവര് ഈ നമോ മഞ്ജുവായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ നമോ മഞ്ജു അവിടെയുണ്ട്, അവരുമായിട്ട് സഹകരിക്കാൻ പോവാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദ്യങ്ങൾ തന്നെ ഉന്നയിക്കുന്നത്. ആ ചോദ്യം ശരിയല്ല ചോദ്യമാണ്. നേരെ മറിച്ച് BJP ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോ 2001 ഉമേഷ് ബാബുവിന് പറയുമ്പോൾ വല്ലാതെ വിഷമമുണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞോ, അല്ലെങ്കിൽ ഉമേഷ് ബാബു പറഞ്ഞോട്ടെ ഒരു നമ്പർ, ആ നമ്പർ വരട്ടെ. ആ നമ്പർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് സഹകരിക്കാൻ തയ്യാറുണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തെ ഞങ്ങളായിട്ട് സഹകരിക്കേണ്ടിയില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയേണ്ടതില്ല. പിന്നെ അവരെന്നാ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ തത്വശാസ്ത്രവും രാഷ്ട്രീയ മീമാംസയും ഒക്കെ പഠിച്ചു വന്നിട്ടുള്ളവരാണ്. അവർ അങ്ങനെ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്? കോൺഗ്രസ് മന്ത്രിയാൾ വന്നിട്ടുണ്ട്, BJP താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ എം ലിജു, VS അച്യുതാനന്ദൻ 2 വിഷയങ്ങളിൽ സ്വീകരിച്ച നിലപാടുകൾക്കാണ് ഇപ്പോൾ CPIM പരസ്യമായ താക്കീത് നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ യുവപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെ ഇതിനെ കാണുന്നു? CPIMന് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയത്തിൻ്റെ ഏറ്റവും വലിയ സൂചനകളാണ് ഇന്ന് CPIM സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം
ശ്രീ വി എസ് അച്യുതാനന്ദനെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ പരാമർശങ്ങൾ. എനിക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ വി എസ് അച്യുതാനന്ദനോട് അതിയായ മതിപ്പുള്ള ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ വിഷയങ്ങൾ തികച്ചും പ്രസക്തമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം നമ്മൾ ഓരോന്നായി ചിന്തിച്ചാൽ ആദ്യം ശ്രീ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് എന്ന് പറയുന്നത് ഒരു ദിവസം ആക്സിഡൻ്റലായി സംഭവിച്ച ഒരു കൊലപാതകമല്ല. CPM-ൽ നിന്നും പുറത്തു പോയതിനു ശേഷം കഴിഞ്ഞ ഒരു 1-2 വർഷക്കാലമായി ശ്രീ ടി പി ചന്ദ്രശേഖരനെ ആസൂത്രിതമായി പിന്തുടർന്ന് CPM-ന്റെ നേതൃത്വം നിയോഗിച്ച വാടക കൊലയാളികൾ നടത്തിയ നിഷ്ഠൂരമായ ക്രൂരകൃത്യമാണ് ശ്രീ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം. അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ കോടതി വിധിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട്ടെയും കണ്ണൂരിലെയും CPM-ന്റെ നേതാക്കന്മാർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്ന് മാത്രം, അതായത് CPM-ന്റെ 2 ജില്ലയുടെ നേതാക്കന്മാർ ചേർന്നൊരു കൊലപാതകം നടത്തണമെങ്കിൽ സ്വാഭാവികമായും സംസ്ഥാന തലത്തിൻ്റെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. കേരളത്തിലെ പോലീസിന് ഈ വിഷയത്തിൽ അന്വേഷിച്ചിട്ട് തെളിവുകൾ അവർക്ക് അന്വേഷണത്തിന്റെ പരിമിതികൾ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. CBI അന്വേഷണം നടത്തണം. ഞാൻ സർക്കാരിൻ്റെ പരിമിതി എന്നാൽ പറയുമ്പോൾ നമുക്കറിയാം പല കേസുകളും വളരെ ഗുഡ്വില്ലോട് വളരെ സദുദ്ദേശത്തോടുകൂടി അന്വേഷിച്ചാൽ പോലും പല കേസുകളിലും നമുക്ക് ചിലപ്പോൾ തെളിവുകൾ ലഭിക്കുകയില്ല. അപ്പോഴാണ് കൂടുതൽ ഉന്നതമായ കുറ്റാന്വേഷണ ഏജൻസികളുടെ പ്രസക്തി ഉണ്ടാകുന്നത്. CBIക്ക് കേരള പോലീസിനേക്കാൾ കൂടുതൽ സാങ്കേതികമായും മറ്റ് സൗകര്യങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത തെളിവുകൾ കൂടുതൽ ശക്തമായി ഇതിൻ്റെ പിന്നിലെ വൻസ്രാവുകളെ, ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്ത വൻകിട നേതാക്കന്മാരെ കണ്ടെത്താൻ CBIക്ക്, വൻകിട നേതാക്കന്മാരാണെങ്കിൽ അത് കണ്ടെത്താൻ CBIക്ക് കഴിയും എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട്. അതിൽ ശ്രീ വി എസ് അച്യുതാനന്ദനും ഉൾപ്പെട്ടു എന്നത് ഒരു തെറ്റായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല. ആ കേസ് CBI അന്വേഷിക്കണമെന്നത് CPM-നെ സംബന്ധിച്ചും നല്ലതല്ലേ? കേരളത്തിലെ സമൂഹം എന്ന് വിശ്വസിക്കുന്നത് CPM-ന്റെ ഉന്നത നേതൃത്വം ഈ കൊലപാതകത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ലാവ്ലിൻ കേസിൽ നിങ്ങൾ കോടതി വിധി അംഗീകരിച്ചതുപോലെ നാളെ ഈ വിഷയത്തിൽ CBI അന്വേഷണം വന്ന് നിങ്ങൾ കുറ്റവാളികളല്ല എന്ന് തെളിയിച്ചാൽ അതല്ലേ ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലുത്, ഏറ്റവും നല്ല കാര്യം. അത് ചെയ്യുന്നതിന് പകരം ഈ ആവശ്യം ഉന്നയിച്ച ശ്രീ വി എസ് അച്യുതാനന്ദനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് CPM-ന് എന്തോ മറയ്ക്കാനുണ്ട് എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ സംബന്ധിക്കുന്ന കാര്യം. രണ്ടാമത്തെ പ്രധാന പ്രശ്നം, ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നു, BJP-യിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ളവർ ചേർന്ന് നമോ വിചാർ മഞ്ച് രൂപീകരിച്ചു, ഞങ്ങൾ അവരുമായി സഹകരിച്ചു. അതിൽ നിന്നും BJP-യുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ OK വാസുവിനെ പോലെയുള്ളവർ CPM-ൽ ചേരാൻ ശ്രമിക്കുന്നവർ CPM-ന്റെ പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്നു എന്നൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ നമോ? ഈ നമോ എന്ന് പറഞ്ഞാൽ ഓം നമോ നമശിവായ അല്ലെങ്കിൽ ഓം നമോ എന്ന് പറയുന്ന ആ നമോ അല്ല. ഈ നമോ എന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി വിചാർ മഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രം? നിരപരാധികളായ മനുഷ്യരെ അവരൊരു വിഭാഗത്തിൽ പെടുന്നു എന്നതുകൊണ്ട് മാത്രം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഇന്ത്യ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപത്തിൻ്റെ ആസൂത്രകനാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ വിചാരധാര പിന്തുടരണം. BJPക്ക് നിലവിൽ, കേരളത്തിലെ കണ്ണൂരിലെ BJPക്ക് നിലവിൽ പ്രത്യയശാസ്ത്ര ദാർഢ്യം പോരാ. ഗുജറാത്തുകാരൻ നരേന്ദ്രമോദിയുടെ പ്രത്യയശാസ്ത്രം ഞങ്ങളാണ് പിന്തുടരുന്നതെന്ന് പറയുന്ന BJPയിലെ അതിതീവ്ര വർഗീയ നിലപാടുകൾ വെച്ച് പുലർത്തുന്ന കണ്ണൂർ ജില്ലയിലെ നേതാക്കന്മാരാണ് നമോ വിചാർ വേദി രൂപീകരിച്ചത്. ശ്രീ MV ഗോവിന്ദൻ, നമോ വിചാർ മഞ്ചിൽ നിന്ന് വരുന്ന, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ BJPയിലെ അസ്വസ്ഥതകൾ കാരണം പുറത്തു വരുന്നവരുമായി സഹകരിക്കാൻ പാർട്ടി തീരുമാനമെടുക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ എതിർപ്പിനെ പാർട്ടി തൃണവൽഗണിക്കുകയാണ്, അതിനെ മറികടക്കുകയാണ് പാർട്ടി ചെയ്യുന്നത്. ഇതിന് വ്യക്തമായൊരു ന്യായീകരണം നൽകാനും ബോധ്യപ്പെടുത്താനും പാർട്ടിക്ക് കഴിയണ്ടേ? ആരെയായി ബോധ്യപ്പെടുത്താൻ പറ്റാതെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതൊന്നും ആരൊക്കെ മനസ്സിലാകും? നിങ്ങളെല്ലാം പണി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. മാധ്യമങ്ങൾ ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയിൽ നിങ്ങളിപ്പോൾ ആരൊക്കെ കോൺഗ്രസുകാർക്ക് ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നതിൽ പ്രയാസം, അതുപോലെ തന്നെ തീവ്രവാദ വിഭാഗത്തിൽ നിന്ന് വലതുപക്ഷത്തേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് പ്രയാസം, അതുപോലെ തന്നെ BJPക്കാർക്ക് പ്രയാസം, നിങ്ങൾക്കെല്ലാമുള്ള ഈ പ്രയാസമാണ് ഞങ്ങൾക്ക് ആവേശം തരുന്നത്. നിങ്ങൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഈ ആവേശം? ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ CPM-നെ എതിർക്കാൻ, CPM-ലേക്ക് ആയിരക്കണക്കിന് ആളുകൾ പുതുതായിട്ട് വരുമ്പോൾ ആ വരുന്നതിനെ പറ്റി ചർച്ച ചെയ്തിട്ട് ഈ പാർട്ടിക്കെതിരായിട്ട് ഈ ആരോപണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഉന്നയിക്കാൻ നിങ്ങൾക്കെല്ലാം യോജിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷ ഐക്യത്തെ ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടാവും. ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. CPIM-വുമായിട്ട് സഹകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്നവരായാലും
അവര് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെയും തള്ളി പറയേണ്ട ഒരു കാര്യവും CPM-നെ സംബന്ധിച്ചില്ല എന്നതൊന്ന് പരസ്യമായിട്ട് വെക്കാത്തത്. ഇനി അതിനകത്ത് ഒരു രഹസ്യത്തിന്റെയും പ്രശ്നമില്ല, ആരും എന്നുള്ള പ്രശ്നമില്ല. ആരാണ് നിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്, ആരാണ് ചോദിക്കേണ്ടത് എന്നുള്ള ഉത്തരവാദിത്തമില്ല. ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുണ്ട്, സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്, കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ഏത് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും കൃത്യമായിട്ടുള്ള എത്രയോ കാലമായിട്ടുള്ള ഉറപ്പാണ്. ആര് ഏത് പാർട്ടിയിൽ വിട്ട് CPM-ഉമായി സഹകരിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ അവരുടെ പൂർവ്വകാല ചരിത്രത്തിന്റെ അകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഒരാളെയും എടുക്കാറില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അനുഭാവി ഗ്രൂപ്പ് പിന്നീട് അതിനെ തുടർന്ന് വരുന്ന വിവിധങ്ങളായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ തുടർന്ന് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ്, അതും കഴിഞ്ഞ് പാർട്ടി മെമ്പർഷിപ്പ്, ഇതിനൊക്കെ കുറെ കൊല്ലം തന്നെ എടുക്കും ആ പ്രക്രിയ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നാളെ കൂടി കയറി ആളുകൾ വന്നിട്ട് ഈ പാർട്ടിയുടെ സാന്ദ്രത മുഴുവൻ അപകടപ്പെട്ടു പോവുകയാണ് എന്ന തിരുത്തൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടിയില്ല. ഞങ്ങളുമായി സഹകരിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും. ആ CPM ആ രീതിയിലുള്ള സഹകരണം ഇപ്പൊ പുതുതായിട്ട് വരുന്ന ആളുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അവരുടെ തെറ്റായ നിലപാടുകൾ തിരുത്തി CPM-ന്റെ ഒപ്പം മുമ്പോട്ടേക്ക് വരുമ്പോൾ അവരുമായി സഹകരിച്ച് CPM മുന്നോട്ടേക്ക് പോകുമെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KC ഉമേഷ് ബാബു, കണ്ണൂരിലെ BJP-ക്കകത്ത് ഉയർന്നു വന്ന പ്രശ്നങ്ങളെ തുടർന്ന് BJP-യിൽ നിന്നും രാജിവെച്ചെത്തുന്ന OK വാസു മാസ്റ്ററുടെയും അശോകന്റെയും നേതൃത്വത്തിലെത്തുന്ന ഒരു കൂട്ടം പേരുമായി സഹകരിക്കാൻ പാർട്ടി എടുക്കുന്ന നിലപാടിൽ അവ്യക്തതയോ ആശയക്കുഴപ്പമോ സംശയമോ ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരവേല കൂടിയാണ് എന്നാണ് MP ഗോവിന്ദൻ പറയുന്നത്. അല്ല, ഗോവിന്ദ മാഷോട് ഞാനെന്താ പറയുക, അദ്ദേഹത്തിന് ഉൾപ്പെട്ടിരിക്കുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് പറയുന്ന ഏത് പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും ആരെയും ഏത് തരത്തിലും നമ്മൾ സഹകരിപ്പിക്കും എന്നൊക്കെ പറയുന്നതിൽ CPM-ന്റെ ചരിത്രത്തിൽ വലിയ തെളിവൊന്നുമില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ MP ഗോവിന്ദ മാഷയുടെ വാദത്തിന് മറുപടി എന്നുള്ള നിലയിലല്ല, കേരളത്തിലെ യുക്തിബോധമുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാനാണ്. കാരണം ഇവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വഴിയുണ്ട്, അതൊരു നാശത്തിൻ്റെ വഴിയാണ്. ചന്ദ്രശേഖരനെ കൊല്ലും, പിന്നെ കളവ് പറയും, അതിരിക്കട്ടെ, അത് പക്ഷേ പ്രശ്നമല്ല. പക്ഷേ ഇപ്പം നോക്കുക, എത്രയോ ദീർഘകാലം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു സംഘടന CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി 80-കൾ വരെ ഉണ്ടായിരുന്നു. അവർ അടിയന്തരാവസ്ഥ കാലത്ത് CPM-നെ പോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ടുള്ള ആളുകളാണ്. അടിയന്തരാവസ്ഥയുടെ സർവ്വ പീഡനങ്ങളും LDF-ന്റെ ഭാഗമായിട്ട് അനുഭവിച്ച് രാഷ്ട്രീയമായി തങ്ങളുടെ പ്രതിപക്ഷ നിലപാട് തെളിയിച്ച ആളുകളായിരുന്നു അഖിലേന്ത്യാ ലീഗിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ പാർട്ടി. എന്നിട്ടോ 1986-ൽ ഇവർ വർഗീയവാദത്തിൻ്റെ ആളുകളാണ്, വർഗീയവാദ ശക്തികളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റുകയില്ല എന്ന് പഴയ EMS പ്രഖ്യാപിക്കുകയും അഖിലേന്ത്യാ ലീഗിനെ LDF-ൽ നിന്ന് പുറന്തള്ളുകയും ലീഗിൻ്റെ ഐക്യം രൂപപ്പെടുകയും ചെയ്തൊരു പഴയ കഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ അന്നത്തെ CPM അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഇപ്പോഴത്തെ CPM അതാണെന്ന് അതിൻ്റെ നേതാക്കന്മാർക്ക് പോലും അവകാശപ്പെടാൻ തെളിവുകളില്ല വസ്തുതാപരമായിട്ട്. അതുകൊണ്ട് അതിനൊരു ഗതികേടുണ്ട്. ദിനം ദിനം ജനങ്ങളൊന്നും ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. VS പറഞ്ഞ ഒരു പ്രഖ്യാപനത്തിന് മറുപടി ഇന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റി പറയുന്നില്ല. ഈ പറയുന്ന മദനിയായിട്ട് സഹകരിക്കുന്നതിന് മുമ്പ് ലോക്സഭയിൽ 18 സീറ്റുണ്ടായിരുന്നു LDF-ന്. മദനിയെ സഹകരിപ്പിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് 4 ചുരുങ്ങി എന്നൊരു വളരെ ഗംഭീരമായൊരു രാഷ്ട്രീയ യുക്തിയും വസ്തുതയും VS അച്യുതാനന്ദൻ അത് എങ്ങനെ തെറ്റിപ്പോയാലും ഒരു ശരി പറഞ്ഞിട്ടുണ്ട്, അത് വസ്തുതയാണ്. അതിന് സംസ്ഥാന കമ്മിറ്റിക്ക് മറുപടിയില്ല. ഈ പറയുന്ന മദനിയെ സഹകരിപ്പിച്ചപ്പോഴാണ് 18 4 കുറഞ്ഞത് എന്ന VS-ന്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വസ്തുതാപരമായ ഓർമ്മപ്പെടുത്തലെ ഒരു പ്രായം ചെന്ന മനുഷ്യൻ്റെ ഒരു താക്കീതിനെ പാർട്ടി ശ്രദ്ധിച്ചതായിട്ട് ഈ കമ്മ്യൂണിക്കയിൽ എവിടെയും തെളിവില്ല. ഇതാണ് പ്രശ്നം. വസ്തുതകൾ ശ്രദ്ധിക്കുകയില്ല. ഈ വ്യക്തിനിഷ്ഠ നിലപാടുകളും ആത്മനിഷ്ഠ നിലപാടുകളും, അതുകൊണ്ടാണ് പ്ലീനം കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്. ചാക്കോ രാധാകൃഷ്ണനെ പരസ്യം വാങ്ങിക്കുന്നു, ചാക്കോ രാധാകൃഷ്ണനെ പരസ്യം വാങ്ങിച്ച ദിവസം മുഴുവൻ അത് ന്യായീകരിക്കുന്നു. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ചാക്കോ രാധാകൃഷ്ണനെ പരസ്യം ഒഴിവാക്കായിരുന്നു പറയുന്നു. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ഗോവിന്ദൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഇടയ്ക്ക് വെച്ച് താങ്കൾ കട്ടായി പോയി, ക്ഷമിക്കണം, ഇടയ്ക്ക് വെച്ച് ടെലിഫോൺ കട്ടായി പോയതാണ്. അതായത് INL-ന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഉമേഷ് ബാബു ചോദിച്ചത്. INL-യുമായി 20 വർഷത്തെ ബന്ധം ഘടകകക്ഷിയാക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം, ഇപ്പോൾ നമോ വിചാർ മഞ്ചിൽ നിന്ന് വരുന്നവരെ പെട്ടെന്ന് സ്വീകരിക്കാൻ CPM കാണിക്കുന്ന സന്നദ്ധത, ഇതേക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഉമേഷ് ബാബുവിനോട് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് മറുപടി. അത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഉമേഷ് ബാബു INL-യുമായിട്ട് പാർട്ടി എന്ന രീതിയിലുള്ള പ്രശ്നമാണ്.
അതുപോലെ നമോ വിചാർ മഞ്ച് എന്ന് പറയുന്നത് അവരുമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള ഗോപികൃഷ്ണൻ, ഞാൻ പറഞ്ഞത് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇനി അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആയാലും അതൊരു പാർട്ടി. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു. അടിയന്തരാവസ്ഥയിലെ LDF-ന്റെ കൂടെ അങ്ങേ അറ്റത്തെ ത്യാഗം സഹിച്ചിട്ടുള്ള ആളുകളാണ് അവർ. 1986-ൽ പക്ഷേ LDF-ൽ നിന്ന് പുറന്തള്ളുകയും മുസ്ലിം ലീഗ് ഏകീകരിക്കപ്പെടുകയും ചെയ്തത് വർഗീയ സ്വഭാവമുള്ള സംഘടനകളും വ്യക്തികളുമായിട്ട് CPM-ന് ബന്ധം സ്ഥാപിക്കാൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഉമേഷ് പറഞ്ഞതിന് മറുപടി ഞാൻ പറയാൻ പോവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടുന്ന പാർട്ടികളെ ഏത് എന്നുള്ള കാര്യം വരുമ്പോൾ ഗൗരവപൂർണമായിട്ടുള്ള ആലോചന വേണ്ടതാണ്. അതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വേണം, അതിന് സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരം വേണം. അങ്ങനെ മാത്രമേ ഏതെങ്കിലും ഒരു വിഭാഗത്തെ പാർട്ടിയോടൊപ്പം നിർത്താനോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി ചേർക്കാനോ സാധിക്കുള്ളൂ. ഇവിടെ ഇതേ അല്ല പ്രശ്നം. ഇവിടെ അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെയോ അതുപോലെ തന്നെ INL-ന്റെയോ മറ്റ് ഈ പറയുന്ന നമോ വിചാർ മഞ്ചിന്റെയോ ഒന്നുമല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം CPIM-മായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ മാറി ഞങ്ങളോടൊപ്പം വരുന്നു. ഞങ്ങളുടെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം എന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വരുന്നവരോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പാർട്ടി സ്വീകരിച്ചത്. ഉമേഷ് ബാബുവിന് ഈ പറഞ്ഞ കാര്യം എന്ത് ഇതിന് മനസ്സിലാകുന്നില്ല. ഞാൻ എന്താ ഇപ്പം ചെയ്യാം? അതെ ശ്രീ MP ഗോവിന്ദൻ, ഞാൻ ചോദിച്ചത് INL-യുമായുള്ള ബന്ധത്തെ കുറിച്ചാണ്. ഉൾപ്പെടെ ഈ INL ആയാലും അതുപോലെ തന്നെ അതൊക്കെ പാർട്ടിയായിട്ടുള്ള ബന്ധമാണ്. അതായത് CPIM-ഉം CPIM-ലേക്ക് വരുന്ന ആളും തമ്മിലുള്ള ബന്ധമല്ല, CPIM-ഉം CPIM-ന്റെ പുറത്തു നിൽക്കുന്ന പാർട്ടികളും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധം സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രം തീരുമാനിക്കേണ്ടതല്ല, അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നേതൃത്വം ഉൾപ്പെടെ ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് പ്രശ്നമാണ്. നേരെ മറിച്ച് CPIM-മായി സഹകരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുമ്പോൾ ആ വരുന്നവരെ എടുക്കാൻ പാടില്ല എന്ന ഉമേഷ് ബാബുവിന്റെ നിർദ്ദേശം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ആശയം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം മാത്രമാണ്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് ഒരു സത്യസന്ധതയില്ല. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ഒരു നിരവധി ആളുകളുണ്ട്. എത്ര ഉദാഹരണം പറയാൻ സാധിക്കില്ല പറയില്ല. 6 OTC ട്രെയിനിങ് കഴിഞ്ഞവർ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. അവർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ. പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും മനം മാറി മനം മടുത്തൊക്കെ വരുന്നവരെ കയ്യും നീട്ടി സ്വീകരിക്കുകയും സീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനില്ലേ? പിന്നെ എന്തിനാണ് നമോ വിചാർ മഞ്ചുമായി ഒരിക്കൽ സഹകരിച്ചവരെ അവർ വിട്ടുവരുമ്പോൾ അവരുമായി സഹകരിക്കാൻ CPM തീരുമാനമെടുക്കുമ്പോൾ ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്? അപ്പം നമുക്കറിയാം, കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും CPM-മായി സഹകരിച്ചവരും CPM-ൽ നിന്ന് കോൺഗ്രസ്സിലെത്തിയവരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ടാക്കി ഐക്യജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ച പാരമ്പര്യമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മതേതരത്വം പോലെ ഒരു അടിസ്ഥാന ആശയത്തിൽ, അതായത് ഇന്ത്യയെ നിലനിർത്തുന്ന മഹത്തായ ആശയത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ AP അബ്ദുള്ളക്കുട്ടി CPM-ൽ നിന്നും കോൺഗ്രസ്സിൽ വരുമ്പോൾ CPM-ന്റെ മതേതര രാഷ്ട്രീയ പാർട്ടി അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ AP അബ്ദുള്ളക്കുട്ടിയെ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ MV രാഘവനാണെങ്കിലും ഗൗരിയമ്മയായാലും വന്നിട്ടുള്ളത് ആ അടിസ്ഥാനം മുൻനിർത്തിയാണ്. ഇവിടെ വിഷയം അതല്ലല്ലോ. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്, അദ്ദേഹം പറയുന്നത് ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടികളുമായി, വർഗീയ സ്വഭാവമുള്ള പാർട്ടികളുമായി ഞങ്ങൾ സഹകരിക്കണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ആലോചിക്കണം. പക്ഷേ വർഗീയ സ്വഭാവമുള്ള വ്യക്തികൾ വന്നോട്ടെ, ഞങ്ങൾക്ക് 10 വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന ലൈനിലാണ്. ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ നാളെ നരേന്ദ്രമോദി 10 ആളുമായി നരേന്ദ്രമോദി CPM-ൽ വന്നാലും ഞങ്ങൾ എടുക്കും. മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയുടെ മകനും അനന്തരം രാജ് താക്കറെ ആണെങ്കിലും ഉദ്ധവ് താക്കറെ ആണെങ്കിലും CPM-ൽ വന്ന് ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ 10 ആളെ കിട്ടിയാൽ മതി എന്ന ലൈനിലാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ അല്ലെങ്കിൽ ഈ ദിവസം വരെ നരേന്ദ്രമോദിയുടെ വിചാരത്തെ പങ്കുവെക്കുന്ന OK വാസുവിന് CPM-ലേക്ക് കടന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവരെ കടന്നു വരുന്നത് ഏതെങ്കിലും ഒരു ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ചെറിയ യോഗത്തിൽ വെച്ച് ഇവരെ ചെറിയൊരു കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് അവരുടെ പ്രവർത്തനം വിലയിരുത്തി നാളെ അവരെ പാർട്ടിയിലെടുക്കുന്ന ശൈലിയിലല്ല. ഇവരെ പോലെയുള്ള BJP-യുടെയും RSS-ന്റെയും മുൻനിര നേതാക്കന്മാർ, നരേന്ദ്രമോദിയുടെ വിചാരത്തെ പങ്കുവെക്കുന്നവർ CPM-ലേക്ക് കടന്നു വരുന്ന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. ഇത് നൽകുന്ന ഒരു സന്ദേശം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ആസൂത്രിതമായി ഹിന്ദു വർഗീയതയുടെ പോളറൈസേഷന്, CPM-ന് അനുകൂലമായി ഹിന്ദു വർഗീയതയുടെ ധ്രുവീകരണത്തിന് CPM ശ്രമിക്കുകയാണ്. അത് മഞ്ജുകാരുമായി സഹകരിക്കാൻ CPIM എടുത്ത ഈ നിലപാട് എന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? അത് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞിട്ടുള്ള പറയൂ. ഹലോ, പറഞ്ഞോളൂ.
അല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴില്ലെങ്കിൽ ഈ പറയുന്ന OK വാസുവിനെ പോലുള്ള നേതാക്കന്മാർ CPM ഒരു കാരണവശാലും എടുക്കില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഈ വരുന്ന ആളുകൾക്ക്, ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, വരുന്ന ആളുകൾക്കൊരു പശ്ചാത്തലമുണ്ട്. അവരത്ര നിഷ്കളങ്കന്മാരും ഇപ്പോൾ ആളുകൾ കോൺഗ്രസ് എന്നൊരു നേതാവ് CPMലേക്ക് വരുന്ന പോലെ അല്ലെങ്കിൽ അതുപോലുള്ളൊരു പശ്ചാത്തലമുള്ള ആളുകളല്ല. വലിയ സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കാലത്ത് CPMനെതിരായി സംഘർഷത്തിനും കൊലപാതകത്തിനും ഇടയാക്കിയ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകളാണ്. അതത്ര സ്വാഭാവികമായി CPMൻ്റെ അണികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യം ഇതുവരെയും ഒരുപക്ഷെ നിങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല. VS എന്താ പറഞ്ഞത്? VS പറഞ്ഞത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലും മദനിയായിട്ട് ബന്ധമുണ്ടാക്കി, മദനിയായി വേദി പങ്കിടുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. മദനി കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ നിർത്തി. അപ്പോഴും 18 സീറ്റ് 4ലേക്ക് ചുരുങ്ങി എന്നൊരു രാഷ്ട്രീയം VS പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒന്നും പറയാനില്ല ഇപ്പോഴും. അപ്പോൾ അതാണ് അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. വർഗീയ സ്വഭാവമുള്ള വ്യക്തികളും സംഘടനകളുമായി തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ സഹകരിക്കുന്നതിനെ കേരളം അങ്ങേയറ്റം വെറുക്കുകയും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന സാമാന്യമായ വസ്തുത VS ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ CPM ഒരു മറുപടിയും പരസ്യമായി പറയുന്നില്ല. അപ്പോൾ വസ്തുതകളെ നിരാകരിച്ചിട്ട് വ്യക്തിനിഷ്ഠമായ നിലപാടുകളെ പുറത്ത് ബന്ധങ്ങളും ബന്ധമില്ലായ്മകളും രൂപീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നിരവധി ആളുകൾ ശ്രീ വി ഗോവിന്ദൻ, റൈറ്റ്. ശ്രീ എം ലിജു, താങ്കൾക്ക് നേരത്തെ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ പറയുന്നത് ഇത് ദേശീയ തലത്തിലെ BJPയുടെ അജണ്ടയാണ് കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. കാരണം BJPക്ക് അറിയാം, കോൺഗ്രസ്സിന് ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും പരമാവധി സീറ്റുകൾ ലഭിക്കണം. കേരളത്തിൽ CPMും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരിക്കുമ്പോൾ BJPയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറഞ്ഞ് പരമാവധി CPMൻ്റെ സീറ്റുകൾ വർദ്ധിക്കണം. എങ്കിലല്ലേ ഒരൊറ്റക്കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിന് സീറ്റുകൾ കുറയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ അതിതീവ്രമായ വർഗീയ വിചാരം വെച്ച് പുലർത്തുന്നവർ ആഗ്രഹിക്കുന്നത് അവർ കേരളത്തിൽ CPM ജയിക്കണമെന്നാണ്. കോൺഗ്രസിനെതിരെ ഓരോ വോട്ടും ചെയ്യണമെന്നാണ്. കാരണം BJPക്ക് ചെയ്തിട്ട് പ്രയോജനമില്ല. കേരളത്തിൽ BJP ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു വലിയ വർഗീയ ഡിസൈൻ, ഒരു ആൻറ്റി സെക്കുലർ ഡിസൈൻ ഈ രാജ്യത്താകമാനം നരേന്ദ്രമോദി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആ ഡിസൈൻ്റെ ഭാഗമാണ് നരേന്ദ്രമോദിയുടെ അതിതീവ്രമായ വർഗീയ അജണ്ട വെച്ച് പുലർത്തുന്നവർ CPMനൊപ്പം സഹകരിക്കുകയും CPMന് വോട്ട് ചെയ്യുകയും ചെയ്തുള്ള ഒരു വലിയ ശ്രീ വി ഗോവിന്ദന് വീണ്ടും ടെലിഫോണിൽ കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ മറുപടിയോടുകൂടി ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ വി ഗോവിന്ദൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് മറുപടിയും പറയാം. ഒന്നാമത്തെ കാര്യം, CPIMുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം CPIMന്റെ നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നാണ്. അല്ലാതെ വർഗീയ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് CPIMന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് ആർക്കാണ് അറിയാതുള്ളൂ? അതിപ്പോ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടായാലും തിരക്കുള്ള ഉമേഷ് ബാബു ആയാലും തിരക്കുള്ള അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CPIMന്റെ ഒപ്പം അതിന്റെ അടിത്തറ വിപുലീകരിക്കത്തക്ക രീതിയിൽ ജനകീയമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഉതകുന്ന നിലയിൽ ഇന്നലെ വരെ ശക്തിയായിട്ട് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് CPIMുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ബന്ധമൊന്നുമല്ല. നിലപാട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ വർഗീയ വിരുദ്ധ നിലപാടിലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വർഗീയ വിരുദ്ധ നിലപാട്, ജനാധിപത്യപരമായ നിലപാട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് CPIMന്റെ സമീപനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഗ്യാരണ്ടിയിലാണ് അവരെ സഹകരിപ്പിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിക്കുക. അല്ലാണ്ട് ഇവിടെ ഈ പറയുന്നത് പോലെ CPIMന് ഏതെങ്കിലും 4 വോട്ട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടാണെന്നൊക്കെ പറയുന്നത് വളരെ പരിഹാസ്യമായ ഒരു കാര്യം മാത്രമാണ്. ഞങ്ങൾ CPIM കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വർഗീയ വിരുദ്ധമായ, സാമ്രാജ്യത്വ വിരുദ്ധമായ ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തക്ക രീതിയിലുള്ള നിലപാടുകളുമായിട്ട് വരുമ്പോൾ മാത്രമേ സഹകരണത്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ. വളരെയധികം ശ്രീ വി ഗോവിന്ദൻ, ശ്രീ ഉമേഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരിടവേള.